ഇന്ന് നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ 2-3 വട്ടമായിട്ട് അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ വനില എസൻസും പിന്നെ കുറച്ചായിട്ട് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു ക്രീം പരുവത്തിലായി കഴിഞ്ഞാൽ അതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ എടുത്ത് കുറേശ്ശെ ഇട്ട് 2-3 തവണയായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലോയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതേപോലുള്ള ഒരു ടിന്നിലോട്ട് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലുള്ള ഒരു പാത്രത്തിലോട്ട് റിങ് വെച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റോളം വേണ്ടി വരും. അപ്പോൾ ഓരോ പാത്രത്തിനനുസരിച്ചായിരിക്കും കേക്കിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ 3 ലെയറായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ കേക്കിനേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കേക്ക് ഒന്ന് ഐസിങ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലോട്ടായിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ടായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. അതിനുശേഷം ക്രീം ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഷുഗർ സിറപ്പ് 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്താണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് നട്ട്സും കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. വീണ്ടും രണ്ടാമത്തെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. പിന്നെ ക്രീം വെക്കുക. പിന്നെ നമ്മൾ നട്ട്സും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ലാസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. അതും ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ക്രീം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ഐസിങ് നൈഫോ അതേപോലെ അല്ലെങ്കിൽ ഇതേപോലുള്ള കാർഡോ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ലേബൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ ഉള്ള കുറേ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാത്തത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലോട്ട് സ്ട്രോബെറിയുടെ ഫുഡ് കളറാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു കേക്ക് ചെറുതായിട്ട് 2 കളറായിട്ടുള്ളൊരു കേക്ക് ആക്കിയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അതിന് ശേഷം ഈ കാർഡ് വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തും വിപ്പിംഗ് ക്രീം ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ കാർഡ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ഐസിങ് ചെയ്തതിൽ ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല നീറ്റാക്കി തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഐസിങ് ബാഗിലോട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമും അതേപോലെ റോസ് കളർ മിക്സ് ആയിട്ടുള്ള ആ ഒരു ക്രീമും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽസ് വെച്ചിട്ട് അതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡിലോട്ടായിട്ട് ചോക്ലേറ്റ് ഗനാശ വൈറ്റ് ഗനാശയിലോട്ട് നമ്മളെ സ്ട്രോബെറിയുടെ ആ കളറൊന്ന് ചേർത്തതാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാക്കിയുള്ള ആ ഭാഗത്തോട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മൾ സിമ്പിളായിട്ടുള്ള കേക്ക് ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മുത്തും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡ് ബോർഡർ ഈ ഒരു ഭാഗത്ത് മാത്രം സൈഡ് ബോർഡർ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബർത്ത്ഡേ കേക്കൊക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാശ 25 ഗ്രാം വിപ്പിംഗ് ക്രീമിലോട്ട് 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. വേണമെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തതാണത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.